കൊട്ടാരക്കര കെ.എസ്.ആർ.ടി.സി ഡിപ്പോയിൽ നിന്നും പുതിയ ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകൾ ആരംഭിച്ചു. കോട്ടയം പാല വഴി തൊടുപുഴ, പരുമല കോട്ടയം, പുത്തൂർ എറണാകുളം എന്നീ സർവീസുകളാണ് ആരംഭിച്ചത്. മന്ത്രി കെ.എൻ. ബാലഗോപാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് ആധുനീകരിക്കുന്നതിനായി കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. ഡിപ്പോയിലെ ഗാരേജ് പുനർനിർമ്മാണത്തിന് 2 കോടി രൂപ MLA ഫണ്ടിൽ നിന്നും വകയിരുത്തിയിട്ടുണ്ട്. കെ.എസ്.ആർ.ടി.സിക്ക് ഏറ്റവും കൂടുതൽ ഷെഡ്യൂളുകളുള്ള സ്ഥലമാണ് കൊട്ടാരക്കര. പല സ്റ്റേഷനുകളുടെയും അടിസ്ഥാന സൗകര്യ വികസന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. റിപ്പയർ വാനുകൾ, സുതാര്യം തുടങ്ങിയ പദ്ധതികൾ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് സഹായമാണെന്നും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മൊബൈൽ വർക്ക്ഷോപ്പിന്റെ അതുമായി ബന്ധപ്പെട്ട പുതിയ സംവിധാനങ്ങളുടെ കാര്യം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗണേഷ് കുമാറും അദ്ദേഹവും ഉൾപ്പെടെയുള്ള ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഇവിടെ ചില പരിപാടികൾ ആരംഭിച്ചിരുന്നു. അതേപോലെ KSRTC ഒരു സംവിധാനം എന്ന നിലയിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. എന്നാലും എത്രയോ വർഷങ്ങൾക്ക് ശേഷം KSRTCയുടെ ശമ്പള വിതരണത്തിലും പെൻഷൻ വിതരണത്തിലും ഒരു ആത്മവിശ്വാസം ജീവനക്കാർക്ക് ഉണ്ടാവുന്ന ഒരു ഘട്ടമാണെന്ന് അവരുടെ മുഖങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നു എന്ന് എനിക്കറിയാം. കാരണം ധനകാര്യ വകുപ്പ് മന്ത്രിയാവുമ്പോഴും അതിനു മുമ്പും ഒക്കെ ഈ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങളും അതിനകത്ത് ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരാളെന്ന നിലയിലാണ്. വളരെ കൃത്യമായ പരിപാടികളിൽ കൂടി കൂടുതൽ മെച്ചപ്പെടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയാണ്. ആകെ പെൻഷൻ മുഴുവനും സർക്കാർ സംവിധാനം വഴി നൽകേണ്ട ഒരു അവസ്ഥയുണ്ട്. ഇപ്പോൾ ശമ്പളം നൽകുന്നതിന് 80 കോടിയോളം രൂപ ചെലവുള്ളതിൽ 50 കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് ഓരോ മാസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ ഉൾപ്പെടെ സമീപിക്കുന്ന കേന്ദ്രങ്ങളായതിനാൽ ബസ് സ്റ്റാൻഡുകളെ അന്താരാഷ്ട്ര നിലവാരത്തിൽ വികസിപ്പിക്കും. കാലാനുസൃതമായ മാറ്റങ്ങൾ വാഹനങ്ങളിലും ഉറപ്പുവരുത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പുതിയ ബസ് സർവീസുകളിലെ കണ്ടക്ടർ, ഡ്രൈവർ എന്നിവർക്ക് മന്ത്രി ടിക്കറ്റ് മെഷീനും ലോക്ക് ഷീറ്റും കൈമാറി. കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ കെ. ഉണ്ണികൃഷ്ണ മേനോൻ, വാർഡ് കൗൺസിലർ വനജ രാജീവ്, അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ ബി. അജിത് കുമാർ, കൺട്രോളിംഗ് ഇൻസ്പെക്ടർ ആർ. ബിനു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.